എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന 9ാമത്തെ ചാപ്റ്ററാണ് ഇന്നലെ പഠിക്കാൻ തുടങ്ങിയത്. അതിനകത്ത് പേജ് 213 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തു. ഇന്ന് ചെയ്യാൻ പോകുന്ന 2ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് എ പാരലലോഗ്രാം വിത്ത് കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ് x1 y1 x2 y2 x3 y3 x4 y4 ഇങ്ങനെ കോർഡിനേറ്റ്സ് ഉള്ള ഒരു പാരലലോഗ്രാം അഥവാ ഒരു സാമാന്തരികം തന്നിട്ടുണ്ട്. ഇവിടെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. x1 + x3 = x2 + x4, y1 + y3 = y2 + y4. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പാരലലോഗ്രാം വരച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു പാരലലോഗ്രാമിൻ്റെ 3 വെർട്ടിസസ് തന്നാൽ 4ാമത്തെ വെർട്ടെക്സ് ഇരിക്കുന്ന വിധം. ഇന്ന് പാരലലോഗ്രാമിൻ്റെ 4 വെർട്ടിസസും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? x1 + x3 = x2 + x4 എന്നും y1 + y3 = y2 + y4 എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ വെർട്ടെക്സ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത് പാരലലോഗ്രാമിൻ്റെ? ഈ പാരലലോഗ്രാമിന് നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി. നമ്മൾ എ ബി ഹൈപ്പോട്ടന്യൂസ് കാരണമായിട്ടുള്ള എന്ത് വരച്ചു? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. പിന്നെ ഡി സി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടി വരച്ചിട്ടായിരുന്നു നമ്മൾ 4th വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്. അതേപോലെ നമുക്കിവിടെയും എ ബി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ബാക്കിയുള്ള 2 വശങ്ങൾ എങ്ങനെയായിരിക്കും? ആക്സിസ്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും, എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും പാരലൽ ആയിരിക്കും, സമാന്തരം ആയിരിക്കും. എ ബി ഹൈപ്പോട്ടന്യൂസ് ആണ്. ഞാൻ ഈ പോയിൻറ്റിന് ഇ എന്ന് പേര് കൊടുത്തു. ഇനി ഇയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. എന്ത് വരും? എ ഇ എന്ന് പറയുന്നത് ഏത് ആക്സിസിന് സമാന്തരമാണ്? എക്സ് ആക്സിസിന് സമാന്തരമാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എയുടെ വൈ കോർഡിനേറ്റ് y1. അപ്പോൾ ഇയുടെയും വൈ കോർഡിനേറ്റ് എന്താണ്? y1. ഇനി ബി ഇ എന്ന വര ഏത് ആക്സിസിന് പാരലലാണ്? വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റും ഇയുടെ എക്സ് കോർഡിനേറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇയുടെ കോർഡിനേറ്റ്സ് എന്താണ്? x2 y1. ഇനി നമുക്ക് എ ഇയുടെ ലെങ്ത് എന്താണെന്ന് നോക്കാം. എയുടെയും ഇയുടെയും ഏത് കോർഡിനേറ്റ് സെയിം ആണ്? വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചാൽ പോരെ? അപ്പോൾ എ ഇ സമം എന്ത് വരും? അബ്സല്യൂട്ട് വാല്യൂ. വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചിട്ട് അതിൻ്റെ വലിപ്പം മാത്രം എടുക്കണം. അതിനാണ് അബ്സല്യൂട്ട് വാല്യൂ അഥവാ കേവല വില എന്ന് പറയുന്നത്. അപ്പോൾ എ ഇ സമയം എന്ത് വന്നു? x1 - x2. ഇനി അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സംഖ്യയുടെ ഇപ്പം 2, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 2. -2, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 2. അതായത് ചിഹ്നം നോക്കാതെ ഒരു സംഖ്യയുടെ വലുപ്പം, ഇത് 2 ആണ്. ആ 2 എന്നുള്ള വലുപ്പം മാത്രം നോക്കുന്നത് ഇതിനാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 - 6, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് വരും? 2ൽ നിന്ന് 6 കുറച്ചാൽ എന്താണ്? -4 ആണ്. പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ആ ചിഹ്നം നോക്കുകയല്ല, സംഖ്യയുടെ വലുപ്പം മാത്രം നോക്കും. അതിനാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് വാല്യൂ കേവല വില 6 - 2, അതിൻ്റെ 6ൽ നിന്ന് 2 കുറച്ചാൽ 4 ആണ്. 4ൻ്റെ കേവല വില 4 ആണ്. -4ൻ്റെ കേവല വിലയും 4 ആണ്. അതായത് ചിഹ്നം നോക്കാതെ ആ സംഖ്യയുടെ വലുപ്പം മാത്രം നോക്കുന്നതിനാണ് അബ്സല്യൂട്ട് വാല്യൂ അഥവാ കേവല വില എന്ന് പറയുന്നത്. ഇങ്ങനെ 2 വരയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ബി ഇ സമയം എന്ത് വരും? ഇവിടെ ഏത് കോർഡിനേറ്റാണ് സെയിം? എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. അപ്പം ബി ഇ സമം അബ്സല്യൂട്ട് വാല്യൂ y2 - y1.
ബി ഇ സമം അബ്സല്യൂട്ട് വാല്യൂ y2 മൈനസ് y1. ഇനി നിങ്ങൾ ഡി സി എന്ന പാരലലോഗ്രാമിൻ്റെ സൈഡ് നോക്കിക്കേ. ഡി സി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചു. ബാക്കി രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബാക്കി രണ്ട് സൈഡ്സും ഇത് എക്സ് ആക്സിസിനും പാരലലാണ്, ഇത് വൈ ആക്സിസിനും പാരലലാണ്. ഇനി നമുക്ക് എഫിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഡി എഫ് ഏത് ആക്സിസിന് പാരലലാണ്? എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഡിയുടെ വൈ കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്? y4. അപ്പോൾ എഫിൻ്റെയും വൈ കോർഡിനേറ്റ് y4. അതേപോലെ സി എഫ് ഏത് ആക്സിസിന് പാരലലാണ്? വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് x3 ആയതുകൊണ്ട് എഫിൻ്റെ എക്സ് കോർഡിനേറ്റും എന്ത് തന്നെയാണ്? x3 ആണ്. ഇനി ഡി എഫിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ ഡി എഫിലെ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചാൽ പോരെ. അപ്പോൾ ഡി എഫ് സമം കുറച്ചിട്ട് എന്ത് കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. അപ്പോൾ ഡി എഫ് സമം അബ്സല്യൂട്ട് വാല്യൂ x4 മൈനസ് x3. ഡി എഫ് സമം അബ്സല്യൂട്ട് വാല്യൂ x4 മൈനസ് x3. അതുപോലെ സി എഫ് എന്ത് വരും? ഇവിടെ ഏത് കോർഡിനേറ്റാണ് സെയിം? എക്സ് കോർഡിനേറ്റാണ് സെയിം. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ y3 മൈനസ് y4 ഇത് കുറച്ചിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. അപ്പോൾ എന്ത് വരും? സി എഫ് സമം അബ്സല്യൂട്ട് വാല്യൂ y3 മൈനസ് y4. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു? ഈ പച്ച വരകൾ സി ഡിയും എ ബിയും ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് ഈക്വലാണ്. പിന്നെ നമുക്ക് ഈ സി ഡിയും എ ബിയും ഒരേ ചരിവ് ഉള്ള വരകളാണ്. അതായത് ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈക്വലാണ്. ഒരു ജോഡി ഈക്വൽ ആംഗിൾസ് ആണ്. പിന്നെ ഏതൊക്കെയാണ്? 90 ഡിഗ്രി. ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു ജോഡി ഈക്വലാണ്, ഇതൊരു ജോഡി ഈക്വലാണ്. രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആയ കോൺ സിയും കോൺ ബിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ ത്രികോണത്തിലെ സി ഡി ഒരു വശം കർണവും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ഈ ത്രികോണത്തിൻ്റെയും കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസും അറ്റത്തുള്ള രണ്ട് കോണുകളും തുല്യമാണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ത്രികോണങ്ങളാണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. ഒരു വശവും അതിലുള്ള രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ തുല്യ ത്രികോണങ്ങളല്ലേ. തുല്യ ത്രികോണങ്ങളാവുമ്പോൾ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ കോൺ സിക്കെതിരെയുള്ള വശമായ ഡി എഫും കോൺ ബിക്കെതിരെയുള്ള വശമായ എ ഇയും തുല്യമല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ഇ സമം ഡി എഫ്. അപ്പോൾ എ ഇ അബ്സല്യൂട്ട് വാല്യൂ x1 മൈനസ് x2 ചെയ്യുമ്പോൾ ആ സംഖ്യയും കിട്ടുന്നതും ഈ ഡി എഫ് സമമുള്ള ഈ അബ്സല്യൂട്ട് വാല്യൂ x4 മൈനസ് x3 കിട്ടുന്ന ഉത്തരവും തുല്യമാണല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം? x1 മൈനസ് x2 സമം x4 മൈനസ് x3. മൈനസ് ആയിട്ടുള്ള ഇത് സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരുന്നു. ഇവിടെ ആദ്യം നമുക്ക് മൈനസ് x3 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? x1 മൈനസ് x2 പ്ലസ് x3 സമം x4. ഇനി ഈ മൈനസ് x2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? x1 പ്ലസ് x3 സമം x4 പ്ലസ് x2. ഇതല്ലേ നമുക്ക് ഒരെണ്ണം തെളിയിക്കേണ്ടത്. ഇനി അടുത്തത് തുല്യമായ കോണുകൾ ഏതൊക്കെയാണ്? കോൺ ഡിയും കോൺ എയും. അപ്പോൾ അതിനെതിരെയുള്ള വശങ്ങളായ സി എഫും ബിയും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബി സമം സി എഫ് എഴുതാമല്ലോ. അപ്പം ബി എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1
അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുമ്പം കിട്ടുന്ന ഈ വിലയും സി എഫിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുന്ന ഈ വിലയും തുല്യമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? y2 മൈനസ് y1 സമം y3 മൈനസ് y4. നേരത്തെ ചെയ്തതുപോലെ മൈനസ് എല്ലാം ഒരേ സ്ഥലത്ത് മൈനസ് y4 സമത്തിനിപ്പുറം കൊണ്ടുവരുന്നു. y2 മൈനസ് y1 പ്ലസ് y4 ആകത്തില്ലേ സമത്തിനിപ്പുറം വരുമ്പോൾ, സമം y3. ഇനി ഇവിടെ മൈനസ് ഉള്ള y1 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? y2 പ്ലസ് y4 ഈക്വൽ ടു y3 മൈനസ് y1 ഇപ്പുറം വരുമ്പോൾ എന്തായി? y1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y1 പ്ലസ് y3 അല്ലേ? y3 പ്ലസ് y1 എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y3 അല്ലേ? അത് എന്തിന് തുല്യമാണ്? y2 പ്ലസ് y4ന് തുല്യമാണ്. ഇതല്ലേ അടുത്ത് തെളിയിക്കേണ്ടത്. ഇവിടെ എ ബി സി ഡിയുടെ 4 വെർട്ടെക്സും തന്നിട്ടുണ്ട്. x1 y1 x2 y2 x3 y3 x4 y4. അപ്പോൾ നമ്മൾ എ ബി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളും ഡി സി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളും വരച്ചു. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഡി എഫും എയും തുല്യമാണ്. എയുടെ വില എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറയ്ക്കുന്നതാണ്. കാരണം ഇവിടെ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ x1 മൈനസ് x2 എന്ന് കിട്ടും. ബിയുടെ വില എക്സ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് തമ്മിൽ മൈനസ് ചെയ്യണം. അബ്സല്യൂട്ട് വാല്യൂ y2 മൈനസ് y1. ഡി എഫ് അതേപോലെ എങ്ങനെ കിട്ടും? അബ്സല്യൂട്ട് വാല്യൂ x4 മൈനസ് x3. സി എഫ് എങ്ങനെ കിട്ടും? അബ്സല്യൂട്ട് വാല്യൂ y3 മൈനസ് y4. എയും ഡി എഫും തുല്യമാണ്. അപ്പോൾ x1 മൈനസ് x2 സമ x4 മൈനസ് x3. മൈനസ് x3 സമത്തിനിപ്പുറം വന്നു, മൈനസ് x2 ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ബിയും സി എഫും തുല്യമാണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? y2 മൈനസ് y1 സമം y3 മൈനസ് y4. മൈനസ് y4 സമത്തിനിപ്പുറം വന്നപ്പോൾ y2 പ്ലസ് y4 ആയി. മൈനസ് y1 ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് y1 ആയി. അതും കിട്ടി. ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. എ പാരലലോഗ്രാം ഈസ് ഡ്രോൺ വിത്ത് ലൈൻസ് ജോയിനിങ് x1 y1 ആൻഡ് x2 y2 ടു ദി ഒറിജിൻ ആസ് അഡ്ജസൻറ്റ് സൈഡ്സ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോർത്ത് വെർട്ടെക്സ്? ഇതാണ് ചോദ്യം. ഒറിജിൻ ആണ് ഇത്. ഇത് x2 y2, ഇത് x1 y1. നമ്മൾ ഈ ഫോർത്ത് വെർട്ടെക്സ് 4ാം മൂല കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആ പാരലലോഗ്രാം വരച്ചു. ഇത് ഒറിജിൻ ആണ് 0 0. ഇത് ഏതാണ് കോർഡിനേറ്റ്സ്? x2 y2. ഇതേതാണ്? x1 y1. 4ാം മൂല കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ആദ്യം എ ബി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള എന്ത് വരയ്ക്കണം? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. ഇത് ഇ എന്ന പോയിൻ്റ് അല്ലേ? ഇനി ഇയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് എ ഇ എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏതിൻ്റെയൊക്കെ എക്സ് ആക്സിസിന് പാരലലാണെങ്കിൽ ആ വരയിലെ ഏത് കോർഡിനേറ്റാണ് സെയിം? വൈ കോർഡിനേറ്റ്. അപ്പോൾ എയുടെ വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഇയുടെയും വൈ കോർഡിനേറ്റ് 0 ആണ്. ബി ഇ ഏത് ആക്സിസിന് പാരലൽ? വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റും ഇയുടെ എക്സ് കോർഡിനേറ്റും സെയിം ആണ്. അപ്പോൾ x2 0 ആണല്ലോ. ഇനി എയുടെ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ ഏത് കോർഡിനേറ്റ് സെയിം ആണ്? വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എന്താണ്? x1 മൈനസ് x2 അല്ലേ? x1 ഇവിടെ 0 അല്ലേ? 0 മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x2 തന്നെയല്ലേ? 0 എന്ത് കുറച്ചാലും എന്താണ്? 0 x2 കുറച്ചാൽ എന്നിട്ട് കേവല വില എടുത്താൽ എന്ത് തന്നെ വരും? x2 തന്നെ വരും. അപ്പോൾ എ ഇ സമം എന്ത് കിട്ടി? x2. ഇനി ബി ഇ സമം എന്ത് വരും? ഇവിടെ ഏത് കോർഡിനേറ്റ് സെയിം ആണ്? എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് y1 മൈനസ് y2 അല്ലേ? അപ്പോൾ എന്താണ്? y2 മൈനസ് 0. y2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ y2 തന്നെ കിട്ടും. അപ്പോൾ ഇതെത്രയാണ്? y2. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സി ഡി
ഹൈപ്പോട്ടന്യൂസ് കർണമായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇതിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് വശങ്ങളും ആക്സിസിന് പാരലലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ച് ഇതിന് എഫ് എന്ന് കൊടുത്തു. പിന്നെ തൊട്ട് മുമ്പേ ഉള്ള കണക്കിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണ്. അപ്പോൾ AEX2 ആണെങ്കിൽ DF എന്ത് തന്നെയാണ്? X2. അതേപോലെ BEY2 ആണെങ്കിൽ CF എന്ത് തന്നെയാണ്? Y2. ഇനി നമുക്ക് എഫിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. DF എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് y കോർഡിനേറ്റ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും, y1. ഇനി എക്സ് കോർഡിനേറ്റ് എന്ത് വരും? ഇത് x1 y1 അല്ലേ? അപ്പോൾ x1ൻ്റെ കൂടെ വലത്തോട്ട് എത്ര യൂണിറ്റ് വരുന്നുണ്ട്? x2. അപ്പോൾ ഇത് എന്ത് വരും? x1 + x2 എന്ന് വരും. എഫിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? x1 + x2, y1 എന്ന് വരും. x1 + x2 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് x1 ആണ്. എത്ര യൂണിറ്റ് വലത്തോട്ടാണ് എഫ്? x2 യൂണിറ്റ്. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ y1 തന്നെ വരും y കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ത് വരും? x1 + x2. ഇനി നമുക്ക് സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. CF ഏത് ആക്സിസിന് പാരലലാണ്? y ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? x1 + x2, y കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്? y1. എത്ര യൂണിറ്റ് മുകളിലോട്ട് പോകണം? y2 യൂണിറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ y കോർഡിനേറ്റ് എന്ത് വരും? y1 + y2. നമുക്കതല്ലേ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ കോർഡിനേറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നത് ഒരു കോർഡിനേറ്റ് ഒറിജിൻ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാമാണ്. അതിൻ്റെ 4th വെർട്ടെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഞാനത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവിദ്യ പറഞ്ഞായിരുന്നല്ലോ. x1 + x2 ഇത് രണ്ടും കൂടെ കൂട്ടുക. x1 + x2, ഇത് കുറച്ചാൽ 0 കുറച്ചാൽ എന്ത് തന്നെ വരും? x1 + x2 അല്ലേ? സിയുടെ കോർഡിനേറ്റ് ഇവിടെ എഴുതാം. x1 + x2. 0 കുറച്ച് x1 + x2 - 0 എന്ന് പറഞ്ഞാൽ x1 + x2. y കോർഡിനേറ്റ് എന്ത് വരും? y1 + y2 - 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? y1 + y2. ഇത് തന്നെയല്ലേ നമുക്ക് ആൻസർ കിട്ടിയത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? AB ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇതിന് E എന്ന് പേര് കൊടുത്തു. ഇത് AE എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ഏത് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. ഇവിടെ പിന്നെ y കോർഡിനേറ്റ് രണ്ടും 0 അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചാൽ മതി AEനുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ. അപ്പോൾ x2 0 കൂടെ കുറച്ചാൽ x2. അതേപോലെ തന്നെ ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, y കോർഡിനേറ്റ് തമ്മിലാണ് കുറച്ചാൽ ഈ BEനുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. എക്സ് സെയിം ആണല്ലോ. അപ്പോൾ y2 - 0 എന്ന് പറഞ്ഞാൽ y2. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന റൈറ്റ് ട്രയാങ്കിളിനും അതേ അളവായിരിക്കും. ഇത് x2ഉം വരും, ഇത് y2ഉം വരും. ഇത് ഞാൻ ഇതിൻ്റെ DF ഇത് ഒരേ ലൈനിലാണ് DUF. അപ്പോൾ അതിൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് ആക്സിസിനല്ലേ പാരലൽ, y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. പിന്നെ ഇത് x1ൻ്റെ കൂടെ x2 യൂണിറ്റ് വലത്തോട്ട് വരുമ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെയാണ് കൂട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇവിടെ എന്ത് വരും? CF y ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ x1 + x2 തന്നെ വരും. പിന്നെ മുകളിലോട്ടാണ് y2 യൂണിറ്റ് പോകുന്നത്. അപ്പോൾ y കോർഡിനേറ്റിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? y2ഉം കൂടെ. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആൻസറും ഇത് ഒന്ന് തന്നെയല്ലേ?